ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ പൊരിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ പൊരിച്ചതിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കത് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ഇതുപോലെ വലിയ ജീരകമാണ് എടുത്തിട്ടുള്ളത്. ഒരു മിക്സിയുടെ പൊടിക്കുന്ന ജാർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വലിയ ജീരകവും കുറച്ച് ചെറിയ ജീരകവും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കുക. രണ്ടും ഒരു 1/4 സ്പൂൺ വെച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫസ്റ്റ് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പം നമ്മൾ മറ്റ് മസാല ചേർക്കുന്നതിന് മുമ്പ് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് ഫസ്റ്റ് തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനത് ചതച്ച് വെച്ചത് എൻ്റെ കയ്യിലുണ്ടായതോട്ടാണ് അങ്ങനെ ചേർത്ത് കൊടുത്തത്. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് കുറച്ച് ചെറിയുള്ളി, ഒരു 4-5 ചെറിയുള്ളി ഇതുപോലെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി നീരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു നാരങ്ങയുടെ പകുതി മതി. നമ്മൾ എത്ര മീൻ എടുക്കുന്നു അതിനനുസരിച്ചിട്ട് നമ്മൾ നാരങ്ങയുടെ നീര് എടുത്താൽ മതി. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ ഒരു നാരങ്ങയുടെ പകുതി നീരല്ലേ ചേർത്ത് കൊടുത്തിട്ട്, അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് ഇത് നല്ലതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമുക്കിപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ള വെള്ളം അതൊക്കെ കറക്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ അയില മീനാണ് ഞാനിപ്പോൾ ഇവിടെ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനൊക്കെ കഴുകിയൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള മസാല നമുക്ക് ഈ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഓരോ മീനെടുത്തിട്ടും നമുക്ക് മീനിൻ്റെ ഉള്ളിൽ നല്ലതുപോലെ തന്നെ ഈ മസാല തേച്ച് കൊടുക്കാം. നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാനുള്ള മീനാകുമ്പോൾ നമ്മളിതുപോലെ വരട്ട് കൊടുക്കണം, എങ്കിൽ നമ്മുടെ മീൻ നല്ലതുപോലെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നമുക്ക് ഓരോ മീനെടുത്തിട്ട് എല്ലാ മീനിലേക്കും ഇതുപോലെ നല്ലതുപോലെ തന്നെ നമ്മുടെ മസാല അങ്ങ് തേച്ച് കൊടുക്കാം. നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതുപോലെ മസാല തേച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്ക് എല്ലാ മീനും ഇതുപോലെ നല്ലതുപോലെ തന്നെ മസാല തേച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മീനൊക്കെ നമ്മളിതുപോലെ മസാലയൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. നമ്മളൊരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ മീൻ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം നമ്മൾ മസാല തേച്ച് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ നമ്മുടെ മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മളിതുപോലെ മസാല തേച്ച് വെച്ചിട്ടുള്ള മീൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. തീ ഒരു മീഡിയത്തിലിട്ട് കൊടുത്താൽ മതി. നല്ലതുപോലെ തന്നെ നമുക്ക് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം.
അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ മസാല തേച്ചിട്ട് മീൻ പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മീൻ മുഴുവനായിട്ട് ഇതുപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഇട്ട് കൊടുത്തത് ഇതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള മീനും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇവിടെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ പ്ലേറ്റിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണിത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.